ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചൽ കാർഡ്. അതായത് നമ്മൾ പണ്ടൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അഞ്ചൽ കാർഡ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് പോസ്റ്റ് കാർഡ് എന്നുള്ളൊരു സിസ്റ്റവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലെറ്ററായി, പിന്നെ അതിനുശേഷം നമ്മൾ കവർ എൻവലോപ്പിൽ നമ്മൾ ലെറ്റർ എഴുതിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഞ്ചൽ കാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തിന് അഞ്ചൽ കാർഡ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഒരു കാർഡ് ബോർഡ് പോലത്തെ ആ ഒരു ഡീറ്റെയിൽസിലാണ്. അതിൽ ആ ഒരു കാർഡിൻ്റെ വാല്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അഞ്ചൽ കാർഡ് നമുക്ക് നിലവിൽ പോസ്റ്റ് അവൈലബിൾ അല്ല. അപ്പോൾ അതൊക്കെ ഒരു ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് നമുക്ക് കളക്ഷൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പല ആൾക്കാരുണ്ട് അഞ്ചൽ കാർഡൊക്കെ. ഇപ്പോഴുള്ള കുട്ടികളൊന്നും അഞ്ചൽ കാർഡ് എന്താണ്, അഞ്ചൽ സംവിധാനം, അതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അവർക്കൊക്കെ ഈ ഒരു കാർഡൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു പഠനത്തിലേക്കുള്ള ഒരു വഴിയും, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും. എന്താണ് അഞ്ചൽ സംവിധാനവും അഞ്ചൽ കാർഡ് എന്നുള്ളതിനൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് അഞ്ചൽ കാർഡുകളാണ്. അഞ്ചൽ കാർഡുകൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പോസ്റ്റ് കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ പോസ്റ്റൽ സംവിധാനങ്ങളെക്കുറിച്ചും സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അഞ്ചൽ കാർഡ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ അഞ്ചൽ കാർഡ് എന്നറിയപ്പെടുന്ന ആ ഒരു കാർഡ്. അപ്പോൾ ഒരു കാർഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 പൈസ എന്നാണ്. 4 പൈസ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഉള്ള ഒരു എന്ത് പറയാൻ, ഒരു 25 പൈസ അതിനേക്കാളും വളരെ കുറഞ്ഞ ഒരു വിലയാണ് ഈ ഒരു 4 പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ട്രാവൻകൂർ കൊച്ചിൻ അഞ്ചൽ കാർഡ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ എഴുതാനുള്ള സ്ഥലവും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് എഴുതാനുള്ള സ്ഥലം. ഇവിടെ നമ്മുടെ അഡ്രസ്സാണ്. നമ്മുടെ അഞ്ചൽ കാർഡ് മലയാളം എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ചൽ കാർഡ് ഇവിടെ മേൽവിലാസം എഴുതും. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്മുടെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും 4 പൈസ എന്നുള്ള ആ ഒരു സ്റ്റാമ്പിന് പകരമായിട്ട് നമുക്ക് അവിടെ ഒരു ഈ ഒരു കാർഡിൽ തന്നെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സ്റ്റാമ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് പോലെ നമുക്കിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അഞ്ചൽ കാർഡൊക്കെ നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വില വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ ഇത്രയും മാത്രം എഴുതുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതിയതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് അഡ്രസ്സ് മാത്രമായിട്ട് എഴുതുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50ഓളം അഞ്ചൽ പോസ്റ്റ് കാർഡ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല കണ്ടീഷൻ പോസ്റ്റ് കാർഡുകളൊക്കെയാണ്. ഇപ്പോൾ ഇതുപോലുള്ള കാർഡിനൊക്കെ ഏകദേശം ഒരു 40 രൂപ 80 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ഒരേ ഒരു കാർഡിന് മാത്രം. അപ്പോൾ മുന്നേക്ക് ഈ ഒരു കാർഡൊക്കെ വില കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് ഇതൊക്കെ ഒരുപാട് പേര് കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിനൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ട്രാവൻകൂർ കൊച്ചിൻ അഞ്ചൽ കാർഡൊക്കെ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കാർഡുകളൊക്കെ ഡിഫറൻറ്റ് വെറൈറ്റിയൊക്കെ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അഞ്ചൽ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റമാണ്. ഇതുപോലുള്ള ഒരു കാർഡിലാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമ്മൾ എഴുതി പോസ്റ്റ് വഴി നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള കാർഡൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് ഇതൊക്കെ കളക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഇത് സ്റ്റാമ്പ്, പോസ്റ്റ് കാർഡ് ഇതുപോലുള്ള കളക്ഷനൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. നമ്മുടെ സ്കൂളുകളിലും കുട്ടികൾ ഒരുപാട് പേരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും പേരൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലുള്ള കാർഡുകൾ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അവരെ കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള പുതിയ തലമുറ മുഴുവനുള്ള ആൾക്കാരും മ്യൂസിയങ്ങളിൽ പോയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യും. കളക്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ഡെഡിക്കേഷനാണ്. നമുക്ക് പഠനത്തിലായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഇതൊക്കെ ഒരുപാട് ഡെഡിക്കേഷനാണ്. അപ്പോൾ ഇതുപോലുള്ള കാർഡുകളൊക്കെ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്കൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.